Hi, hello, my dear students, my dear children. This is the part 8 of our chapter 8 Democracy and Indian Experience. പ്രിയപ്പെട്ട കുട്ടികളെ, ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് പാർട്ട് 8. ടീച്ചർ പാർട്ട് 7 ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ഡെമോക്രസിയുടെ എക്സ്പീരിയൻസുകൾ, അതായത് ഡെമോക്രസിയുടെ ചലഞ്ചസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചില മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് പഠിച്ചത്, പിന്നീട് നമ്മൾ ചലഞ്ചസ് ആണ് പഠിക്കുന്നത്. ഈ ചലഞ്ചസിൽ നമുക്ക് എടുത്തു പറയത്തക്ക 3 ചലഞ്ചസ് ആണ് നമ്മൾ ലാസ്റ്റ് പഠിക്കുക. 3 ചലഞ്ചസ്. ഇത് ശരിക്കും ഈ ചലഞ്ചസ് നമ്മുടെ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 3 ചലഞ്ചസ്. ആ 3 ചലഞ്ചും എന്താണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ചലഞ്ചസിൽ നമ്മൾ വരുന്ന ആ 3 എണ്ണത്തിൽ ആദ്യത്തേതാണ് ഇലക്ട്രൽ ബോണ്ട്. നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടോ ഇലക്ട്രൽ ബോണ്ട്? അപ്പോൾ നമുക്ക് എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ട്, എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആ ഒരു ചലഞ്ച്, എന്താണ് അതിൻ്റെ പ്രശ്നം, എന്താണ് അതിൻ്റെ പ്രോബ്ലം, ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് ഡെമോക്രസിക്ക് ഒരു പ്രോബ്ലമായി മാറുക. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ സുപ്രീം കോർട്ട് റൂൾഡ് ദാറ്റ് ദ ഇലക്ട്രൽ ബോണ്ട് ഈസ് എഗെയിൻസ്റ്റ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഹൗ ഇലക്ട്രൽ ബോണ്ട്സ് കോസ് കറപ്ഷൻ. സുപ്രീം കോർട്ട്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോർട്ടെന്ന് പറയുന്നത്, കോടതി എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അതിനപ്പുറത്തോട്ട് നമുക്കൊന്നുമില്ല. അപ്പം സുപ്രീം കോർട്ടാണ് ഒരു ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത്. റൂൾഡ് ദാറ്റ് ദ ഇലക്ട്രൽ ബോണ്ട് ഈസ് എഗെയിൻസ്റ്റ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എതിരാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഹൗ ദിസ് ഇലക്ട്രൽ ബോണ്ട്സ് കോസ് കറപ്ഷൻ. ഈ ഇലക്ട്രൽ ബോണ്ടുകൾ നമ്മുടെ ഡെമോക്രസിയിൽ എങ്ങനെ ഒരു കറപ്ഷനായി മാറുന്നു. എന്താണ് കറപ്ഷൻ? ഒരു അഴിമതി, അല്ലേ? ഒരു അഴിമതിയായിട്ട് മാറുന്നു. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് എഴുതേണ്ടത്? എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് എഴുതണം. പിന്നീടാണ് നമുക്ക് അതിൻ്റെ പ്രോബ്ലം എഴുതേണ്ടത്. ഇലക്ട്രൽ ബോണ്ട് ഈസ് എ പ്രോജക്റ്റ് ഡിസൈൻ ടു അലൗ ഇൻഡിവിജ്വൽസ് ആൻഡ് കോർപ്പറേറ്റ്സ് ടു ഡൊണേറ്റ് എനി എമൗണ്ട് ദേ വാണ്ട് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു 2017-18 കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ട് ഇല്ലായിരുന്നു. 2018 എന്ന് പറയുമ്പോൾ എത്ര ഇയേഴ്സായി? ഒരു 9 ഇയേഴ്സ്, ഒരു 10 ഇയേഴ്സ് ബാക്കിലേക്ക് പോയാൽ മതി. ഒരു 10 കൊല്ലം. നമ്മുടെ ഡെമോക്രസി നമുക്കറിയാം, എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ഡെമോക്രസി നമ്മൾ ഫോളോ ചെയ്യുന്നു. പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ കാര്യം നമ്മുടെ ഡെമോക്രസിയിലേക്ക് വന്നിട്ട് ഓൺലി 10 ഇയേഴ്സ് ആയതേ ഉള്ളൂ. 17-18 ഇതിൻ്റെ വരവ്, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പ്രോജക്റ്റ്. അതൊരു പ്രോജക്റ്റാണ്. ഇതെന്തിനാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് ആരെ സഹായിക്കാനാണ്? പൊളിറ്റിക്കൽ പാർട്ടീസിനെ സഹായിക്കാനാണ്. എന്താണ് ഇവിടെ ചെയ്യുക? ഇൻഡിവിജ്വൽസ് ആൻഡ് കോർപ്പറേറ്റ് ക്യാൻ ഡൊണേറ്റ് എനി എമൗണ്ട് ദേ വാണ്ട് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി. According to this project, it was designed to allow individuals and corporate. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വലിയ ഫാക്ടറികളും അവിടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അങ്ങനെ വലിയ വ്യവസായ ഭീമന്മാരെയാണ് നമ്മൾ എന്ത് പറയുക? കോർപ്പറേറ്റ്സ്. ഈ കോർപ്പറേറ്റുകൾക്കും ഇൻഡിവിജ്വൽസിനും നമുക്കറിയാം സ്വന്തമായിട്ട് ധാരാളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വളരെ ഹൈ ഇൻകമുള്ള ഇൻഡിവിജ്വൽസ് നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനും കോർപ്പറേറ്റുകൾക്കും എനി എമൗണ്ട്, എത്ര രൂപ വേണമെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? പൊളിറ്റിക്കൽ പാർട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണ്. എന്താണ് ഇവർ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്ന സഹായം? അവർക്ക് ഇഷ്ടം പോലെ പണം സമ്പാദിക്കാം, ഇഷ്ടം പോലെ പണം. ഇൻഡിവിജ്വൽസ് ആൻഡ് കോർപ്പറേറ്റ് ഡൊണേറ്റ് എനി എമൗണ്ട് ദേ വാണ്ട് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി.
സോ ദിസ് ഈസ് എ പ്രോജക്റ്റ്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ഇലക്ട്രൽ ബോണ്ട് ഈസ് എ പ്രോജക്റ്റ് ഡിസൈൻ ടു അലൗ ഇൻഡിവിജ്വൽസ് ആൻഡ് കോർപ്പറേറ്റ്സ് ടു ഡൊണേറ്റ് എനി എമൗണ്ട് ദേ വാണ്ട് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി. ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ 1718 യൂണിയൻ ബജറ്റ്. 1718 കൊണ്ടുവന്ന യൂണിയൻ ബജറ്റിലാണ്. ബജറ്റ് ഏത് മാസമാണ് ബജറ്റ് വരുന്നത്? ഫെബ്രുവരി മാസത്തിലാണ് അല്ലേ? ഫെബ്രുവരി മാസത്തിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ 1718 യൂണിയൻ ഗവൺമെൻറ് അവതരിപ്പിച്ച ബജറ്റിലാണ് ഇങ്ങനെയൊരു പുതിയ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. All parties that have secured not less than 1% of total vote polled and registered with the election commission can raise money through these bonds. അപ്പോൾ ഈ ബോണ്ടിലൂടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സമ്പാദിക്കാൻ പറ്റുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് 2 കാര്യങ്ങൾ അവർ ഫുൾഫിൽ ചെയ്യണം. അവർക്ക് 2 കണ്ടീഷൻസ് വേണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ദോസ് പൊളിറ്റിക്കൽ പാർട്ടീസ് സെക്യൂർഡ് നോട്ട് ലെസ് ദാൻ 1% ഓഫ് ദ ടോട്ടൽ വോട്ട് പോൾഡ്. ടോട്ടൽ വോട്ട് പോൾ ചെയ്തതിൽ 1% എങ്കിലും വോട്ട് കിട്ടിയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ മേടിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ദേ ഹാവ് ടു രജിസ്റ്റർ ഇൻ ദ ഇലക്ഷൻ കമ്മീഷൻ. ആ പാർട്ടി ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ 1% വോട്ട് കിട്ടിയ പാർട്ടി ആയിരിക്കണം, ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടി ആയിരിക്കണം. അങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പാർട്ടികൾക്ക് മാത്രമേ ഇലക്ട്രൽ ബോണ്ടിന് അർഹതയുള്ളൂ. സോ ഇലക്ട്രൽ ബോണ്ട്സ് കിട്ടുന്നത് എങ്ങനെയുള്ള പാർട്ടികൾക്കാണെന്നുകൂടി നോക്കിക്കേ. ഓൾ പാർട്ടീസ് ദാറ്റ് ഹാവ് സെക്യൂർഡ് നോട്ട് ലെസ് ദാൻ 1% ഓഫ് ദ ടോട്ടൽ വോട്ട് പോൾഡ് ഇൻ ദ പ്രീവിയസ് ഇലക്ഷൻ ആൻഡ് രജിസ്റ്റേർഡ് വിത്ത് ദ ഇലക്ഷൻ കമ്മീഷൻ ക്യാൻ റേസ് മണി ത്രൂ ഇലക്ട്രൽ ബോണ്ട്സ്. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഇഷ്ടംപോലെ പണം, ലോട്ട് ഓഫ് മണി അവർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന, അവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഇലക്ട്രൽ ബോണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഇത് കറപ്ഷൻ തന്നെയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഈ കള്ളപ്പണം ഉണ്ടാക്കുന്നവരും ബ്ലാക്ക് മണി ഉള്ളവരും ഒക്കെ ഈ പൊളിറ്റിക്കൽ പാർട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടി, അവർക്ക് കേസുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഉള്ള കേസിനെ മറച്ചു വെക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പണം പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടികളെ അവർ കീശയിലാക്കും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും കറപ്ഷനാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇതിനെ എന്തായിട്ട് ജഡ്ജ് ചെയ്തത്? ഇത് കറപ്ഷനാണെന്ന് ജഡ്ജ് ചെയ്തു. അവരതിനെ അബാൻഡൻ ചെയ്തു. Since this amount falls under the category of donation, it will be tax deductible. ടാക്സ് ഡിഡക്റ്റബിൾ ആണ് ഈ പണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഫോൾസ് അണ്ടർ ദ കാറ്റഗറി ഡൊണേഷൻ. ഡൊണേഷൻ എന്നുള്ള കാറ്റഗറി കിടക്കുന്നത് കൊണ്ട് ഈ പണത്തിന് ടാക്സ് ഇല്ല. ഇറ്റ് വിൽ ബി ടാക്സ് ഡിഡക്റ്റബിൾ. ഇപ്പം ടീച്ചറിന് പണം ഉള്ള ഒരാളാണ്, ഞാൻ ടാക്സ് കൊടുക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ ജസ്റ്റ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കുറച്ച് പണം ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇൻകത്തിൽ നിന്ന് ആ പണം കുറച്ചതിന് ശേഷം മാത്രമേ എൻ്റെ ടാക്സ് നോക്കുകയുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് ടാക്സിൽ വലിയ കുറവുണ്ടാകും. അപ്പം എനിക്ക് ടാക്സ് കൊടുക്കാതെ രക്ഷപ്പെടാം. എന്ത് ചെയ്താൽ മതി? പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പണം ഡൊണേറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കോർപ്പറേറ്റുകളും. നമുക്കറിയാം നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഏറ്റവും വലിയൊരു പോർഷൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന ടാക്സാണ്. വലിയ ബിസിനസ്സുകാർ കൊടുക്കുന്ന ടാക്സാണ്, ഫാക്ടറികൾ ഒക്കെ നടത്തുന്നവർ കൊടുക്കുന്ന ടാക്സാണ്. അവരെന്ത് ചെയ്യും? ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ പണം പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഡൊണേറ്റ് ചെയ്യും, വലിയ തുക. അതോടെ അവർക്ക് ടാക്സിൽ നിന്നും ഇതെവിടെ വരേണ്ട പണമാണ് ഇങ്ങനെ പോകുന്നത്? നമ്മുടെ ട്രഷറിയിൽ ടാക്സായിട്ട് വരേണ്ട, സാധാരണക്കാർക്ക് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തേണ്ട പണമാണല്ലോ ട്രഷറി വരുന്ന പണം. ആ പണത്തിനാണ് കുറവ് വരിക ഈ ഇലക്ട്രൽ ബോണ്ടുകൾ മൂലം. കാരണം എന്താ? ദിസ് മണി ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ. ഇറ്റ് വിൽ ബി ടാക്സ് ഡിഡക്റ്റബിൾ. ടാക്സ് അവർ കൊടുക്കാതെ രക്ഷപ്പെടും. സോ ശരിക്കും ഇതൊരു കറപ്ഷനാണ്. ദർ ഈസ് നോ ട്രാൻസ്പെറൻസി ആൻഡ് ലീഗാലിറ്റി ഇൻ ദിസ് മാറ്റർ. ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ഒരു ട്രാൻസ്പെറൻസിയും ഇല്ല. അത് സുതാര്യമല്ല, ഇത് കള്ളമാണ് അല്ലേ? ഇത് തെറ്റാണ്, കള്ളമാണ്. നോ ട്രാൻസ്പെറൻസി ആൻഡ് ലീഗാലിറ്റി. എന്താണ് ലീഗാലിറ്റി? ഇതിന് നിയമസാധുതയുമില്ല. നോ ലീഗാലിറ്റി ആൻഡ് നോ ട്രാൻസ്പെറൻസി. ഇലക്ട്രൽ ബോണ്ട്സ് ആർ ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ. ഇത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ്. ഇലക്ട്രൽ ബോണ്ട്സ് ഈസ് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇറ്റ് മൈറ്റ് ബിക്കം എ ബ്രൈബ്. ഇത് ബ്രൈബാണ്. സോ സുപ്രീം കോർട്ട് സ്ക്വാഷസ് ദ ഇലക്ട്രൽ ബോണ്ട്സ്.
അതുകൊണ്ടാണ് സുപ്രീം കോർട്ട് ഇലക്ട്രൽ ബോണ്ടുകളെ സ്ക്വാഷ് ചെയ്തു. സ്ക്വാഷസ് ഇലക്ട്രൽ ബോണ്ട്സ്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്നത് കറപ്ഷനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ ടാക്സിൽ നിന്നും നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ട്രഷറിയിൽ വരേണ്ട പണമാണ് ഇങ്ങനെ ഡിഡക്റ്റ് ആയി പോവുക. അത് ആരെയാണ് ബാധിക്കുക? ഇറ്റ് അഫക്ട് ദ കോമൺ പീപ്പിൾ ഓഫ് ദ കൺട്രി. ഓക്കെ, അവരുടെ വെൽഫെയർ ആണ് അതിലൂടെ തടയപ്പെടുക. ദിസ് വിൽ അഫക്ട് ദ വെൽഫെയർ ഓഫ് ദി കോമൺ പീപ്പിൾ ഓഫ് ദ കൺട്രി. സോ ദിസ് ഈസ് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് it might become a bribe. കൈക്കൂലിയായി മാറും. പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കൈക്കൂലി കൊടുക്കുന്നതായിട്ട് മാറും ഈ ഇലക്ട്രൽ ബോണ്ട്. കാരണം എന്താ? കേസിൽ നിന്ന് രക്ഷപ്പെടാനും അവരുടെ ബ്ലാക്ക് മണിയെ വൈറ്റ് മണിയാക്കി മാറ്റാനും ഒക്കെ കോർപ്പറേറ്റുകൾ ഇതിനെ ഉപയോഗിക്കും, ഇൻഡിവിജ്വൽസ് ഇതിനെ ഉപയോഗിക്കും. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് കറപ്ഷനാണ്, അത് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണലാണ്, നോ ട്രാൻസ്പെറൻസി, നോ ലീഗാലിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചലഞ്ച്. അടുത്ത ചലഞ്ചിലേക്ക് വന്നേ. വാട്ട് ഈസ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്? എന്താണ് പൊളിറ്റിക്സിലെ ക്രിമിനലൈസേഷൻ? ആരാണ് ക്രിമിനൽ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തെറ്റുകൾ ചെയ്യുന്നവരെ, നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ ക്രിമിനൽസ് എന്ന് പറയുക. അപ്പോൾ ഈ പൊളിറ്റിക്സ് എങ്ങനെയാണ് ക്രിമിനലൈസേഷൻ ആകുന്നത്? ക്രിമിനൽസ് പൊളിറ്റിക്സിൽ പങ്കെടുക്കുകയും ക്രിമിനൽസ് കാൻഡിഡേറ്റുകളായി മാറുകയും ക്രിമിനൽസ് റൂളേഴ്സായി മാറുകയും ചെയ്യുന്ന ആ ഒരു പൊളിറ്റിക്സാണ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. നമ്മൾ പൊളിറ്റിക്സിൽ നിന്നും അകറ്റി നിർത്തേണ്ട ആളുകളാണ് ക്രിമിനൽസ്. അവരെ പൊളിറ്റിക്സിൽ കയറ്റാൻ പാടില്ല, അല്ലേ? അവരെ ഡെമോക്രസിയുടെ ഭാഗമാക്കാൻ പാടില്ല. പൊളിറ്റിക്സ് എപ്പോഴും എന്തായിരിക്കണം? അത് സത്യമായിരിക്കണം, അത് ശുദ്ധമായിരിക്കണം. പക്ഷേ ഇവിടെ ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കിയാൽ, ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും ഈ ക്രിമിനൽസ് റൂളേഴ്സായി മാറുന്നു, ക്രിമിനൽസ് കാൻഡിഡേറ്റുകളായി മാറുന്നു, ക്രിമിനൽസ് ഇലക്ഷനിൽ വിൻ ചെയ്യുന്നു, അവർ റൂളേഴ്സായി മാറുന്നു. അങ്ങനെ ക്രിമിനൽസിൻ്റെ ഒരു റൂളിംഗ്, അവരുടെ ഒരു ഗവൺമെൻറ് ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുക. സോ വാട്ട് ഈസ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്? ഹൗ ഇറ്റ് ബിക്കം എ മേജർ ചലഞ്ച് ടു ഡെമോക്രസി. അപ്പോൾ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ഡെമോക്രസിക്ക് ഒരു വലിയ ചലഞ്ചാണ്, അതിന് സംശയമൊന്നുമില്ല. ക്രിമിനൽസ് ഭരിക്കേണ്ടതല്ല ഒരു രാജ്യം. അപ്പം നമുക്കത് എന്താണെന്നൊന്ന് പഠിക്കാം. ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് റെഫേഴ്സ് ടു ദ ടെൻഡൻസി ഓഫ് ലീഡേഴ്സ് ഓർ വർക്കേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എൻഗേജിങ് ഇൻ ഓർ എൻകറേജിങ് ക്രിമിനൽ ആക്ടിവിറ്റീസ്. ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ലീഡേഴ്സ് ഓഫ് വർക്കേഴ്സ്. പൊളിറ്റിക്കൽ പാർട്ടികളിലെ രണ്ട് കൂട്ടരുണ്ട്. ഒരു കൂട്ടർ എന്ന് പറയുന്നത് ലീഡേഴ്സാണ്, ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സ്. രണ്ടാമത്തെ കൂട്ടരാരാണ്? ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വർക്കേഴ്സ്, അല്ലേ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർക്കേഴ്സ്, കുറേ ലീഡേഴ്സും. ഈ ലീഡേഴ്സും വർക്കേഴ്സും ഈ രണ്ട് കൂട്ടരും ഇതിനകത്ത് വരും കേട്ടോ. ലീഡേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എൻഗേജിങ് ഇൻ, അവരെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ സ്വയം എൻഗേജ് ആവുകയോ ഓർ എൻകറേജിങ് ക്രിമിനൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാൻ എൻകറേജ് ചെയ്യുകയോ ചെയ്യുന്നു. അവർ തന്നെ എൻഗേജ് ചെയ്യുന്നു, അവർ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട് തീഹാർ ജയിലിൽ കിടക്കുന്ന ക്രിമിനൽസിനെ അവിടുന്ന് പരോളിൽ ഇറക്കിക്കൊണ്ട് വന്നിട്ട് അവരെ കൊണ്ട് ചില രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചെയ്യിപ്പിക്കും. അതെന്താണ്? ഇവർ നേരിട്ട് പോയി കൊലപാതകം ചെയ്യത്തില്ല, പകരം എന്ത് ചെയ്യും? ഈ ലീഡേഴ്സ് അവരെ തീഹാർ ജയിലിൽ കിടക്കുന്ന ഒരു ക്രിമിനലിനെ, ഒരു ശിക്ഷ കിട്ടിയ ഒരു ഗുണ്ടയെ അവിടുന്ന് ബെയിൽ കൊടുത്ത് പുറത്ത് കൊണ്ടുവന്നിട്ട് അവനെ കൊണ്ട് ഇവരുടെ പൊളിറ്റിക്കൽ റൈവൽസിനെ കൊല്ലിപ്പിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം എൻകറേജിങ് ക്രിമിനൽ ആക്ടിവിറ്റീസ്, എൻഗേജിങ് ഇൻ ക്രിമിനൽ ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. Furthermore, the involvement of individuals engaged in criminal acts in politics also constitute the criminalization of politics. പൊളിറ്റിക്സിലുള്ള ആൾക്കാരെ സ്വയം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നതും ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ആണ്. മറ്റുള്ളവരെ എൻകറേജ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതും ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ആണ്. ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് എൻഗേജ്ഡ് ഇൻ ക്രിമിനൽ ആക്ട്സ് ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ ക്രിമിനൽ ആക്റ്റുകളെ കൊണ്ടുവരിക, അത് ചിലപ്പം പൊളിറ്റിക്കലായിട്ടുള്ള എതിരാളികളെ കൊന്നൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വസ്തുക്കൾ നശിപ്പിക്കുകയോ അങ്ങനെയുള്ള എന്ത് പരിപാടിയാകാം. അതായത് നിയമത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന എന്ത് പരിപാടിയും ക്രിമിനൽ ആക്ടിവിറ്റിയാണ്.
അത് സ്വയം ചെയ്യുകയോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയോ ചെയ്യുന്നു ലീഡേഴ്സ് ഓർ വർക്കേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. വെൻ ഇൻഡിവിജ്വൽസ് വിത്ത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് റീച്ച് ദ ലീഡർഷിപ്പ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ബിക്കം റൂളേഴ്സ്, വാട്ട് ഹാപ്പൻ? ഇറ്റ് കോസ് സിറ്റിസൺസ് ടു ലൂസ് ഫെയ്ത്ത് ഇൻ ദ ഡെമോക്രാറ്റിക് സിസ്റ്റം. സിറ്റിസൺസിന് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടാൻ ഈ റൂളേഴ്സൊക്കെ ക്രിമിനൽസ് റൂളേഴ്സായി വന്നാൽ സംഭവിക്കും. എന്തിനാണ് ഈ ഡെമോക്രസി എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം പക്കാ ഗുണ്ടകളാണ് നമ്മുടെ ലീഡേഴ്സായിട്ട് വരുന്നത്, അല്ലെങ്കിൽ റൂളേഴ്സായിട്ട് വരുന്നത്. അവർ ഇലക്ഷനിൽ നിൽക്കുന്നു, ജയിക്കുന്നു, ക്രിമിനൽസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് കോസ് സിറ്റിസൺസ് ടു ലൂസ് ഫെയ്ത്ത് ഇൻ ദ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഫെയ്ത്ത് നഷ്ടപ്പെടാൻ ഇത് കാരണമാകുന്നു. വെൻ ഇൻഡിവിജ്വൽസ് ഓർ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഡിവിജ്വൽസ് become political party leaders or become rulers. ഓക്കെ, സോ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്, അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അതിന് മാർഗമുണ്ട് കേട്ടോ, നമുക്കത് അടുത്തതായിട്ട് പഠിക്കാം. വാട്ട് ക്യാൻ വി ഡു? വാട്ട് ആർ ദ വേസ് ടു എലിമിനേറ്റ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്? ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? പ്രൊഹിബിറ്റ് ദോസ് ഫേസിംഗ് ട്രയൽ ഓർ കൺവിക്റ്റഡ് ഓഫ് ക്രിമിനൽ ഒഫൻസസ് ഫ്രം കണ്ടസ്റ്റിംഗ് ഇലക്ഷൻ. പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ ക്രിമിനൽസിനെ അല്ലെങ്കിൽ കൺവിക്റ്റഡ് പേഴ്സൺസിനെ ഫേസിങ് ട്രയലിനെ, അതായത് അവർ കോർട്ടിൽ ട്രയൽ ഫേസ് ചെയ്യുന്നവരെ കണ്ടസ്റ്റിംഗ് ഇലക്ഷനിൽ നിന്ന് എന്ത് ചെയ്യണം? പ്രൊഹിബിറ്റ് ചെയ്യണം. പ്രൊഹിബിറ്റ്, ആ വാക്ക് നോക്കിക്കേ, പ്രൊഹിബിറ്റ്. അവരെ വിലക്കണം. അങ്ങനെയുള്ളവർക്ക് സീറ്റ് കൊടുക്കരുത്. അവരെ ഇലക്ഷനിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് അവരെ അനുവദിക്കരുത്. അങ്ങനെയുള്ളവരെ അവരുടെ ഇതുപോലുള്ള ഇലക്ഷൻ ഇതിലേക്ക് കൊണ്ടുവരല്ലേ. പ്രൊഹിബിറ്റ് ദോസ്. ദെൻ സ്ട്രോങ് ലീഗൽ സിസ്റ്റം. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം. ക്രിമിനൽസിന് ഒരു കാരണവശാലും പൊളിറ്റിക്സിലേക്ക് വരാൻ അനുവാദം കൊടുക്കരുത്. ലീഗൽ സിസ്റ്റം സ്ട്രോങ് ആക്കുക. കണ്ടക്ട് അവയർനെസ് ക്യാമ്പയിൻസ് എഗനിസ്റ്റ് ദ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. ആളുകൾക്ക് അവയർനെസ് കൊടുക്കണം. കണ്ടക്ട് അവയർനെസ് ക്യാമ്പയിൻസ്, awareness classes through media and political parties. They can also conduct so many awareness campaigns against criminalization of politics. അപ്പോൾ അവരെ പ്രൊഹിബിറ്റ് ചെയ്യുക, ലീഗൽ സിസ്റ്റത്തെ സ്ട്രോങ് ആക്കുക, കണ്ടക്ട് അവയർനെസ് ക്യാമ്പയിൻസ് എഗനിസ്റ്റ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. ഇനി നമുക്ക് ലാസ്റ്റ് ചലഞ്ചിലേക്ക് വരാം. ഡിഫെക്ഷൻ. ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂറുമാറ്റം എന്നാണ് മലയാളത്തിൽ പറയുക. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ജയിച്ചിട്ട് വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ആൾ പെട്ടെന്ന് മാറുക, അതാണ് ഈ ഡിഫെക്ഷൻ, കൂറുമാറ്റം. ഡിഫെക്ഷൻ ഈസ് എ ചലഞ്ച് ടു ഡെമോക്രസി. അതൊരു ഡെമോക്രസിയുടെ ചലഞ്ചാണ് ഈ കൂറുമാറ്റം. അതിനെപ്പറ്റി നമുക്കൊരു നോട്ട് തയ്യാറാക്കാം, പഠിക്കാം. ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? എന്താണ് ഈ ഡിഫെക്ഷൻ? ഡിഫെക്ഷൻ വാസ് എ ട്രെൻഡ് എമർജ് ഇൻ ദി ഇന്ത്യൻ പൊളിറ്റിക്സ് ആഫ്റ്റർ 1967 ഇലക്ഷൻ. 1967 നടന്ന ഇന്ത്യയുടെ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷമാണ് നമ്മുടെ രാജ്യത്തെ ഈ കൂറുമാറ്റം അല്ലെ ഡിഫെക്ഷൻ എന്ന ഈ ഒരു പരിപാടി, ഈ ഒരു ട്രെൻഡ് ഉണ്ടായത്. ഡിഫെക്ഷൻ വാസ് എ ട്രെൻഡ് emerged in Indian politics after 1967 election. Defection refers to an elected representative who contested and won the election as a candidate of one party, abandoning that party or joining another party. അയാൾ എന്താ ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെയുള്ളൊരു കാൻഡിഡേറ്റിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ഇലക്ഷൻ വിൻ ചെയ്തിട്ട് അയാൾ ഇലക്ഷൻ കഴിയുമ്പോൾ, ജയിച്ച് കഴിയുമ്പോൾ അബാൻഡനിങ് ദാറ്റ് പാർട്ടി ഓർ ജോയിനിങ് അനദർ പാർട്ടി, ആ പാർട്ടി ഉപേക്ഷിച്ച് പോവുകയോ വേറൊരു പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ അയാൾക്ക് വോട്ട് ചെയ്ത നമ്മളെപ്പോലുള്ള ഇലക്ട്രൽ പേഴ്സൺസ് എന്തായി മാറും? നമ്മളൊക്കെ മണ്ടന്മാരായിട്ട് മാറും. ഡിഫെക്ഷൻ റെഫേഴ്സ് ടു ആൻ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്. ഇലക്ഷനിൽ ജയിച്ചയാളെയാണ് ഈ പറയുക. ഇലക്ഷനിൽ ജയിക്കണം, മത്സരിച്ചെന്നുള്ളത് ഇവിടെ കാര്യമല്ല കേട്ടോ. ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് who contested and won the election as a candidate of one party, ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ജയിച്ചയാൾ അബാൻഡനിങ് ദാറ്റ് പാർട്ടി, ആ പാർട്ടി വിട്ടു പോകുന്നു, എനിക്ക് ഈ പാർട്ടി വേണ്ടെന്ന് പറയുന്നു, അയാൾ റിസൈൻ ചെയ്യുന്നു ആ പാർട്ടിയിൽ നിന്നും. ഓർ അതിലും ഭീകരമായിട്ടുള്ള കാര്യമാണ് ജോയിനിങ് അനദർ പാർട്ടി, പോയി വേറൊരു പാർട്ടിയിൽ ചേരുന്നു.
എന്നിട്ട് അവർക്ക് പിന്തുണ കൊടുക്കുന്നു. എവിടെയാണ് നിന്ന് ജയിച്ചത്? വൺ പാർട്ടി ആൻഡ് ഹി ജോയിൻ അനദർ പാർട്ടി. ഇങ്ങനെയൊരു റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് പറയണ്ട അല്ലേ? ദിസ് സിറ്റുവേഷൻ ഓഫൺ ബിട്രേസ് ദ ട്രസ്റ്റ് ദാറ്റ് വോട്ടേഴ്സ് ഹാവ് പ്ലേസ്ഡ് ഇൻ ദെയർ റെപ്രസെൻറ്റേറ്റീവ് ഡ്യൂറിങ് ദ ഇലക്ഷൻ. ഇലക്ഷൻ സമയത്ത് വോട്ടേഴ്സ് ഈ റെപ്രസെൻറ്റേറ്റീവിന് എന്ത് ഒരു ട്രസ്റ്റാണോ കൊടുത്തത്? വാട്ട് ഈസ് ട്രസ്റ്റ്? അയാളെ വിശ്വസിച്ചു അല്ലേ? പക്ഷേ അയാൾ ബിട്രേ ചെയ്തു. എന്താണ് ബിട്രേ എന്ന് പറഞ്ഞാൽ? അയാൾ ചീറ്റ് ചെയ്തു. ഹി ഈസ് ചീറ്റിംഗ് ഹിസ് വോട്ടേഴ്സ്. ദറ്റ് ഈസ് ദിസ് ഡിഫെക്ഷൻ. ത്രൂ ദിസ് ഡിഫെക്ഷൻ ദിസ് റെപ്രസെൻറ്റേറ്റീവ് ഹി ഈസ് ചീറ്റിംഗ് ദ വോട്ടേഴ്സ്. ദെയർ ട്രസ്റ്റ്, വോട്ടേഴ്സിൻ്റെ ട്രസ്റ്റ്, അവരുടെ വിശ്വാസത്തെയാണ് ചീറ്റ് ചെയ്യുക. ദിസ് ഓഫൺ ക്രിയേറ്റ് ക്രൈസിസ് ഇൻ ദ ഗവേണൻസ് ആൻഡ് പോസസ് ചാലഞ്ച് ടു ഡെമോക്രസി. ഇത് നമ്മുടെ ഭരണത്തിനും നമ്മുടെ ഡെമോക്രസിക്കും ഒരു ചലഞ്ചാണ്. ഇറ്റ്സ് എ ചലഞ്ച് ടു ദ ഗവേണൻസ് ആൻഡ് ടു ദ ഡെമോക്രസി ഇറ്റ് സെൽഫ്. ആൻറ്റി ഡിഫെക്ഷൻ ലോ വാസ് പാസ്. ഇത് വലിയ പ്രശ്നമായി കേട്ടോ. 1967 മുതൽ നമ്മുടെ ഈ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇങ്ങനത്തെ ഈ മോശം തരം കാണിക്കാൻ തുടങ്ങി, ഡിഫെക്ഷൻ നടത്താൻ തുടങ്ങി. അതോടുകൂടി 1985 നമ്മുടെ പാർലമെൻറ്റ് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം അത്യാവശ്യമായിരുന്നു. In 1985 the parliament the constitutional amendment, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് കൊണ്ടുവന്നു. അത് നമുക്കൊന്ന് പഠിക്കാം. ആൻറ്റി ഡിഫെക്ഷൻ ലോ വാസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഇൻ 1985 ത്രൂ ദ 52nd അമെൻഡ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു പ്രിവെൻറ്റ് ഡിഫെക്ഷൻ. ഡിഫെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഈ വിൻ ചെയ്ത ആളുടെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള ആ ഒരു പൊസിഷൻ പോലും നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ നിയമമാണ് 1985 കൊണ്ടുവന്ന ഈ 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റിലൂടെ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അമെൻഡ്മെൻറ്റ് തന്നെ അതിന് വേണ്ടി കൊണ്ടുവന്നു. എന്തിനെ തടയാനാണ്? ടു പ്രിവെൻറ്റ് ഡിഫെക്ഷൻ. ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നാണിത് കൊണ്ടുവന്നത് 1985. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും റിസോർട്ട് പൊളിറ്റിക്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിസോർട്ട് പൊളിറ്റിക്സ് ഇത് ആദ്യം വന്നത് ഹരിയാനയിലാണ്. അതായത് ഈ ജയിക്കുന്ന ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആൾക്കാർ ജയിച്ചിട്ടുണ്ട്, BJPയുടെ ആൾക്കാർ ജയിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോൺഗ്രസിനാണ് ആൾക്കാർ കൂടുതൽ ജയിച്ചു, മജോറിറ്റി ഉണ്ട്. BJPക്ക് അത്രയും ആൾക്കാർ ജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആര് ഗവൺമെൻറ് ഉണ്ടാക്കും? കോൺഗ്രസ്സുകാർ ഗവൺമെൻറ് ഉണ്ടാക്കും. ടീച്ചർ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? BJPക്കാരെ കോൺഗ്രസിൻ്റെ ഇലക്ഷനിൽ വിൻ ചെയ്ത റെപ്രസെൻറ്റേറ്റീവ്സിനെ അവർ ഡിഫെക്ഷൻ നടത്തി കൊണ്ടുപോകും. അതിനിവരെ എന്ത് ചെയ്യുന്നു? കോൺഗ്രസ്സുകാർ അവരുടെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിടും. പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ അവരെ അവിടെ താമസിപ്പിക്കുക, അവരെ പുറത്തിറക്കാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ റിസോർട്ടിൽ കൊണ്ടുപോയി അവരെ ഗവൺമെൻറ്റിൻ്റെ രൂപീകരണം വരെ താമസിപ്പിക്കും. എന്നിട്ട് അവരെ ശരിക്കും പറഞ്ഞാൽ അവരെ തടവി വെക്കുന്ന പോലെ അവരെ അവിടെ വെച്ചിരിക്കും. ഇങ്ങനെ വെച്ചിട്ടാണ് അവരുടെ CM അല്ല ചീഫ് മിനിസ്റ്ററെ മറ്റ് മിനിസ്റ്റേഴ്സിനെ അങ്ങനെ അവരുടെ ഇലക്ഷനും കാര്യങ്ങളും എല്ലാം നടന്നു കഴിയുമ്പോൾ ഇവർക്ക് സ്വതന്ത്രരാക്കും. ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിനെയാണ് നമ്മൾ റിസോർട്ട് പൊളിറ്റിക്സ് എന്ന് പറയുക. ഇതൊക്കെ എന്തിനെ തടയാനായി ചെയ്യുന്നത്? ഡിഫെക്ഷനെ തടയാനാണ്. ആര് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും വേറൊരു പാർട്ടിയിലേക്ക് ഡിഫെക്ഷൻ നടത്തി അവരെ വേറൊരു പാർട്ടിയിലേക്ക് പോയി ആ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെ തന്നെ ഇല്ലാതാക്കി കളയും. അപ്പോൾ ഇതിനെ അങ്ങനെ വെച്ചേക്കുന്ന 2 ഫോട്ടോ ടീച്ചർ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ. ഏതോ ഒരു സ്റ്റേറ്റിലെ അവിടുത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ ഏതോ റിസോർട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുക. അല്ലെ ഇവരിൽ ആര് വേണമെങ്കിലും അടുത്ത പാർട്ടിയിലേക്ക് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. അങ്ങനെ അവരെ വിജയിപ്പിച്ച പാർട്ടി അവരെന്ത് ചെയ്യും? ബിട്രേ ചെയ്യും, വഞ്ചിക്കും, ചീറ്റ് ചെയ്യും. അങ്ങനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഇത് മോശമാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓരോ റെപ്രസെൻറ്റേറ്റീവിനും തന്നെ ജയിപ്പിച്ച പാർട്ടിയോടൊരു കൂറും സ്നേഹവും വേണം. അവരെ ജയിപ്പിച്ച വോട്ടേഴ്സിനോട് അയാൾ സത്യസന്ധനായിരിക്കണം. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഇതെല്ലാം കറപ്ഷൻ ആയതുകൊണ്ടാണ് മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡിഫെക്ഷൻ എന്ന് പറയുന്നതും നമ്മുടെ ഡെമോക്രസിക്ക് ഒരു വലിയ ചലഞ്ചാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഏതാണ് നമ്മുടെ ചാപ്റ്റർ? ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ്. ഇനി ജോഗ്രഫിയുടെ ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്.